YNP ട്രസ്റ്റിന് കീഴിൽ വിപുലമായ സൗകര്യങ്ങളോടെ നവീകരിച്ച ഹാളുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 450 പേർക്ക് ഇരിക്കാവുന്ന AC ഹാൾ, 140 പേർക്ക് ഇരിക്കാവുന്ന കസേരകളും മേശകളുമുള്ള ഡൈനിങ് ഹാൾ, നവീകരിച്ച വിശ്രമ മുറികൾ, പാചക ആവശ്യത്തിന് എല്ലാ സംവിധാനങ്ങളോടും കൂടിയ അടുക്കള, പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനും പരിസ്ഥിതി സൗഹൃദ സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും ലഭ്യമാണ്. വിവാഹ ചടങ്ങുകൾക്കുള്ള പൂജാപാത്രങ്ങൾ, വിവാഹ ഹാളിലും ഡൈനിങ് ഹാളിലും ചടങ്ങ് കാണുന്നതിനുള്ള സ്ക്രീൻ സംവിധാനം, 75 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യം, സ്റ്റാൻഡ് ബൈ ജനറേറ്റർ, താഴത്തെ നിലയിൽ AC ഇല്ലാത്ത സൗകര്യവും ലഭ്യമാണ്. അലങ്കാരം, ഫോട്ടോഗ്രാഫി, കാറ്ററിംഗ്, ശബ്ദ വെളിച്ച സംവിധാനം എന്നിവ ഉപഭോക്താവിന്റെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അന്യായ അറസ്റ്റിനെതിരെ പള്ളുരുത്തി ദേവാലയത്തിൽ ശക്തമായ പ്രതിഷേധം. ഛത്തീസ്ഗഡിൽ നമ്മുടെ കന്യാസ്ത്രീകളുടെ അന്യായ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പള്ളുരുത്തി പരിശുദ്ധ പുത്തരി മാതാവിന്റെ ദേവാലയത്തിൽ നടത്തിയ പ്രതിഷേധ ധർണയും യോഗവും ഇടവക വികാരി ഫാദർ മാത്യു കോനാട്ടുകുഴി ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റേഴ്സിനെ ഇവർ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ രാത്രി 9 മണി വരെയും അവിടെ നിർത്തി എന്നുള്ളതാണ്. ഈ സമയത്ത് റെയിൽവേ പോലീസ് ഉണ്ട്, ലോക്കൽ പോലീസ് ഉണ്ട്, പക്ഷെ ബജറംഗളാണ്, ടീമുകളാണ് അവിടെ നിന്ന് ഇവരെ ശരിക്കും പറഞ്ഞാൽ പരസ്യ കുറ്റവിചാരണ നടത്തുന്നു. അവരെ പരസ്യമായിട്ട് ഈ ചെറുപ്പക്കാരൻ, നമ്മുടെ മണ്ഡവി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ദേഹോപദ്രവം ചെയ്യുന്നുണ്ട്. സിസ്റ്റേഴ്സിനെ വളരെയേറെ മോശമായിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്, ഈ പെൺകുട്ടികളെയും ഒക്കെ. അവസാനം പിന്നെ ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു, ജയിലിലേക്ക് ആക്കുന്നു. അവിടെ ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവര് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് കൊണ്ടുപോകുന്നത്. ആധാർ കാർഡ് എടുക്കാൻ പറഞ്ഞു, പേപ്പർ എടുക്കാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു. എന്നിട്ട് ആധാർ കാർഡ് എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇവരെല്ലാവരും എന്തായി? പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ്. ഒന്നാമത്തെ വാദം പൊളിച്ചു. FIR 2 ഇട്ട് 3ാമത്തെ ഇടാൻ പോവാണെന്നാണ് പറയണേ. 2 ഇട്ട് കഴിഞ്ഞു 3ാമത്. FIR ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഒരു പ്രാവശ്യം ഇടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടികളുടെ മേലെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് മേലെ ആരോപിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സിസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതപരിവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു. മതപരിവർത്തനമല്ല, ഇവര് 3 പേരും CSI സമൂഹത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളാണ്. കത്തോലിക്കലല്ല കേട്ടോ, CSI വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളാണ്. അവിടെയും പൊളിഞ്ഞു, കാരണം അവർ ക്രിസ്ത്യാനികളാണെന്ന് തെളിഞ്ഞു. അപ്പോൾ ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പിടിച്ചോണ്ട് പോവുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അടിച്ചോണ്ട് പോവുകയാണ്. മതപരിവർത്തനം മാത്രമല്ല, അടുത്ത കാര്യം പ്രതിഷേധ ധർണയ്ക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് മദർ സുപ്പീരിയർ സിസ്റ്റർ അഞ്ജലി ജോസ് SD യുഗം മുഖ്യപ്രഭാഷണം, സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ഡോക്ടർ തോമച്ചൻ സേവർ 16ലും ആശംസകൾ നേർന്നുകൊണ്ട് പള്ളിയുടെ കൈക്കാരന്മാരായ വർഗീസ് കല്ലുപറമ്പിൽ, ജോബി ജോൺ ആനംതുരത്തിയിൽ എന്നിവരും നന്ദി അർപ്പിച്ചുകൊണ്ട് റെജിമോൾ സെബാസ്റ്റ്യൻ വടശ്ശേരിയും സംസാരിച്ചു. സിസ്റ്റർ റീജ മുൻ കൈക്കാരനും സെൻട്രൽ കമ്മിറ്റി ട്രഷററുമായ സണ്ണി ജോസഫ് കോച്ചേരിൽ, ജനറൽ സെക്രട്ടറി ബിജു ജോസഫ് താനോലിൽ, നിഷ സോജൻ വലിയപറമ്പിൽ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ, ഫാമിലി യൂണിറ്റ് ഭാരവാഹികൾക്കും പുറമെ വളരെയേറെ ഇടവക അംഗങ്ങളും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. ജൂലൈ 30 ഈ സായാഹ്നത്തില് സെന്റ് മേരീസ് ചർച്ച് പള്ളി ഗ്രഹമായ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം ഇത് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വരുന്ന അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കും. നമ്മളെപ്പോലെ തന്നെ പ്രതിഷേധാഗ്നി ജ്വലിപ്പിച്ച നിമിഷമാണ്. അച്ഛൻ അതിൻ്റെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കെല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയറായി മനസ്സിലായി കഴിഞ്ഞിരിക്കും. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമുക്കറിയാം, വളരെ ബാലിശമായ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് 2 സഹോദരിമാരെ, 2 സിസ്റ്റേഴ്സിനെയും ആ 3 പെൺകുട്ടികളെയും അറസ്റ്റ് ചെയ്യുന്നത്. അവരൊരു നിമിഷം എനിക്ക് തോന്നുന്നത് എല്ലാം മറന്നുപോയി. നമ്മുടെ രാജ്യം ഇതുപോലെയുള്ള സഹോദരിമാരുടെ സേവനം കണ്ട് ഊറ്റം കൊണ്ടിട്ടുള്ളവരാണ്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.